ഇന്ന് രാവിലെ 6 മണിക്കാണ് പോലീസ് എന്റെ വീട്ടിലെത്തിയത്. എന്നെ വിളിച്ചുണർത്തി. എന്റെ കുടുംബം വീട്ടിലില്ല, എന്റെ ഭാര്യയുടെ അമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പൊ എന്നോട് അർജന്റായി കാണണം എന്ന് പറഞ്ഞു. ഞാൻ പുറത്തു വന്നു. എന്നോട് ആദ്യം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെന്നാണ്. ഞാൻ അവിടെ ഇരുന്ന് ഒരു കട്ടൻ ചായ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൊടുത്തു. എന്റെ സ്റ്റേറ്റ്മെന്റ് പോലീസ് എഴുതിയെടുക്കുന്നതിന് ഇടയ്ക്ക് ഏതോ ഒരു കോള് സിഐക്ക് വരികയാണ്. അപ്പൊ സിഐ സർ എന്ന് പറയുന്ന മറുപടി അത്ര നമ്മൾ കേൾക്കുന്നത്. അപ്പോഴാണ് സിഐ പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ കൂടെ സ്റ്റേഷൻ വരെ വരണം. അതുവരെ പറഞ്ഞത് ഇവിടുന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം എന്നോട് പറഞ്ഞു, നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ വസ്ത്രം മാറി സ്റ്റേഷനിലേക്ക് പോരുമ്പോൾ വഴിയിൽ വെച്ചാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇദ്ദേഹത്തിന് വീണ്ടും ഒരു കോള് വരുന്നത്. എന്റെ മെഡിക്കൽ പരിശോധന നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്നെ നേരെ മെഡിക്കൽ പരിശോധന നടത്താൻ വേണ്ടി കൊണ്ടുപോയി. അപ്പൊ കൊണ്ടുപോയപ്പോൾ ഞാൻ BP പേഷ്യന്റാണ്, ഷുഗർ പേഷ്യന്റാണ്. രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ച് ഗുളിക കഴിക്കേണ്ടതാണ്. അതിന് സമയം കിട്ടിയിട്ടില്ല. അപ്പൊ അല്പം BP കൂടി കണ്ടു. അപ്പൊ ഡോക്ടർ ഇവരോട് പറഞ്ഞു, ഇങ്ങനെ BP കൂടി കാണുന്നൊരു ആളെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, BP നോർമലായിട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ ഒരു സംശയം, താങ്കളുടെ നിർദ്ദേശപ്രകാരമല്ലേ ആശുപത്രിയിൽ പോയത്? അല്ല, പോലീസ് കൊണ്ടുപോയതാണ്. പോലീസ് എന്നെ ആദ്യം ചേവായൂർ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടി പോലീസ് ഇങ്ങോട്ട് വന്നു. വരുന്ന വഴിക്ക് ഈ CIക്ക് ഒരു കോള് വരികയാണ്. ആ കോളിൽ പറയാണ് എന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കണം. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. എനിക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. പക്ഷെ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ BP കൂടി കണ്ടു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇത്രയും ഹൈ BP ഉള്ള റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾ ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇദ്ദേഹത്തിന് മെഡിസിൻ കൊടുക്കണം, BP നോർമലാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മിനിറ്റ് ഞാൻ പറയാം. ഒന്ന്, അപ്പോ ഞാനവിടെ അവരെനിക്ക് മരുന്ന് തന്നു. പിന്നെ എനിക്ക് ഭക്ഷണം ഹോസ്പിറ്റലുകാർ വാങ്ങി തന്നു. മരുന്ന് കഴിച്ചു, ഭക്ഷണം കഴിച്ചു, എന്റെ ഗുളിക കഴിച്ചു. പിന്നീടാണ് ഇങ്ങോട്ട് കൊണ്ടുപോരുന്നത്. ഇതൊരു കാര്യം വ്യക്തമാണ്. ഏതോ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ നാടകമൊക്കെ പോലീസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്രവീണോട് പറഞ്ഞ പോലെയാണ്. കോഴിക്കോട് ജില്ലയിൽ 42-ലധികം പഞ്ചായത്തുകൾ UDF 2 മാർക്ക് കിട്ടി. 44 പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ട് UDF ജയിച്ചു നിൽക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അതിന്റെ രൂപീകരണത്തിന് ശേഷം ആദ്യമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഒരു കോൺഗ്രസുകാർ UDF ഇപ്പൊ വരാൻ പോവാ, വന്നിട്ടുണ്ട്, തെരഞ്ഞെടുത്തു. ഈ വാർത്ത ശ്രദ്ധ തിരിക്കണം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം മുഖ്യമന്ത്രിയുടെ പടം ഷെയർ ചെയ്തതിനാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതിനാണ് എന്റെ പേരിലുള്ള കേസ്. ഇതേ പടം അപ്ലോഡ് ചെയ്ത രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോഴും കേസില്ല. കഴിഞ്ഞ നവംബർ 29-ന് ഞാൻ ഷെയർ ചെയ്ത അതേ പടം രാജീവ് ചന്ദ്രശേഖരൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസില്ല. CJP ബന്ധമാണ് അതിന് കാരണം. ഒരു കാര്യം ഉറപ്പാണ്, അയ്യപ്പന്റെ സ്വർണം കെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് എന്ന കേരളം തെളിയാൻ പോവുകയാണ്. ആ സ്വർണം കെട്ട ആളുകൾ 2 ആൾ ഇപ്പോൾ ജയിലിലാണ്. അവരെ പേരിൽ നടപടിയില്ല. CPMന്റെ ഉന്നതരായ 2 നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നു. എന്റെ പേരിൽ പോലീസ് കേസെടുക്കുന്നു, എന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ, രാവിലെ മുതൽ ഈ നാടകം കളിക്കുകയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിന്റെ ആവശ്യമുണ്ടോ? ഇടക്കിടക്ക് ഏതോ കേന്ദ്രത്തിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ നിർദ്ദേശം വരികയാണ്. ഇപ്പൊ ഞാൻ ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങളോടൊന്നും തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരെയൊക്കെ ആരോ ഇതിന് കരുവൊക്കെയാണ്. അവർക്ക് വേണ്ടി പോലീസ് നാടകം കളിക്കുകയാണ്. കേരളത്തിൽ ഇതാണ്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം കൂട്ടുപ്രതികളായ CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഇച്ഛാശക്തി കാണിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സ്വർണ്ണക്കൊള്ളക്ക് കൂട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അയ്യപ്പന്റെ സ്വർണം കെട്ട ആളുകൾക്കെതിരായി കേരളത്തിലെ കോൺഗ്രസും UDFും നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും എന്നെപ്പോലുള്ള 10,000-കണക്കിന് ആളുകൾ മുന്നിൽ നിൽക്കും. ഈ സ്വർണ്ണക്കൊള്ളക്കാരെ കേരളത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ പോകേണ്ടി വന്നാലും ജയിലിൽ പോകും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. കേസെടുത്ത് ഞങ്ങൾ നിശബ്ദരാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അവരിങ്ങനെ പലതും ചോദിക്കുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? ഞാനത് സോഷ്യൽ മീഡിയ വഴി കിട്ടിയ ഒരു പടം പങ്കുവെച്ചതാണ്. അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. 2 എണ്ണം.
ഇല്ല അത് എന്റെ വാളിൽ ഇപ്പോഴും ഉണ്ട്. ആ 2 പടവും എന്റെ വാളിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാനത് എന്ത് ഭീരു ഒന്നല്ല, ഞാൻ പിൻവലിച്ച് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ വഴി കിട്ടിയതാണ്. പിന്നെ അതില് ഇപ്പോ പുറത്തു വന്ന 2 പടവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ച വീഡിയോയിൽ നിന്നെടുത്തതാണ്. അതിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതാണ്. 1.27.8 എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ പരിശോധിച്ച വീഡിയോ നിന്ന് കിട്ടിയ പടം അതിൽ നിന്ന് എടുത്ത് ക്യാപ്ചർ ചെയ്താണ്. അത് ആർക്കും പരിശോധിച്ചാൽ കിട്ടുന്നതല്ലേ? അല്ല, ആദ്യം ഒരു ഫോട്ടോ പങ്കുവെച്ചത് അപ്പൊ തന്നെ അതിനകത്ത് എന്തോ അപാകത ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്താണ്. ഡിലീറ്റ് ചെയ്തൊരു പടത്തെ കുറിച്ച് എന്തിനാ സംസാരിക്കുന്നത്? അതില്ലല്ലോ, ഇത് പിൻവലിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ വാളില്ല, അത് പിൻവലിക്കയില്ല, അത് വാളിലുണ്ട്. അല്ല, അതെനിക്കറിയില്ല. അവരിത് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, അതിന്റെ ഫോൺ അവർ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു പരിശോധിക്കട്ടെ. അല്ല, ഫോട്ടോനെ കുറിച്ചാണ്. ആദ്യമാണോ രണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഫോട്ടോ ഇവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി. പോലീസിന്റെ ഇപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്നത്, പോലീസിന് ഇപ്പൊ നിങ്ങൾ പോയിക്കോ, ആവശ്യപ്പെടുമ്പോ ഹാജരാകണം. നിങ്ങൾ പിന്നെ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് പോലീസ് ആവശ്യപ്പെടുമ്പോ ഹാജരാണെന്നാണ് പറഞ്ഞത്. നോട്ടീസ് വാങ്ങി, ഫോൺ അവർ വാങ്ങി. പത്രത്തിൽ ഫോട്ടോ ഉണ്ട്.